സുഹൃത്തുക്കളെ, പ്രമോദ് വരുന്നതുകൊണ്ടാണ് പറയാതിരിക്കാൻ വയ്യ. പാലം പണിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഇത്രയും വലിയൊരു പാലം പണിക്ക് ആകെ എണ്ണിയാൽ ഒരു 6 ആളെ മുകളിലില്ല. അതൊന്ന് ഒരു JCB ഡ്രൈവറാണ്, ഒന്നൊരു ക്രെയിൻ ഡ്രൈവറാണ്, പിന്നെ ഒരു ലോറിയുടെ ഡ്രൈവറും. ആ 3 ആളെ കഴിച്ചാൽ ഒരു 4 ആളോ 5 ആളോ പഠിക്കുന്നുണ്ട്. ഇതാണ് ഒരു പാലത്തിൻ്റെ പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഈ മഴക്കാലം ആവണേൻ്റെ മുമ്പ് ഇവിടെ വെള്ളം കയറും. മഴക്കാലത്തിനോട് കൂടിയിട്ട് വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പണി അടക്കാനാകെ 4 ആളെയും വെച്ചിട്ട് ഞാൻ പറയണത് സത്യസന്ധമായ റിപ്പോർട്ടാണ്. ഈ 4 ആളെയും വെച്ചിട്ടാണ് ഈ പണി നടത്തുന്നത്. ഇതൊക്കെ നിങ്ങൾ പെരിന്തൽമണ്ണയിലേക്ക് ചെർപ്പളശ്ശേരിയിൽ നിന്ന് പെരുന്നാളിന് പോണ ആ തൂതപ്പാലൊക്കെ ഒന്ന് കണ്ട് പഠിക്കണത് നല്ലതാണ്. എത്ര പെട്ടെന്നാണ് അവിടെ ആ പണി പൂർത്തിയാക്കുന്നത്. കഴിഞ്ഞ വർഷം പണി തുടങ്ങി, ഇപ്പോൾ പണി പൂർത്തിയാവാനായി. ഏകദേശം 5 കൊല്ലത്തോളമായി ഈ കിടപ്പ് കിടക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞാൽ മഹാപാവങ്ങളാണ്. കാരണം ശ്രീരാമനൊക്കെ കാട്ടിൽ പോയി വസിച്ച അതേ സ്ഥിതിയാണ് ഇവിടുത്തെ ഈ അകമലവാരം ഫോറസ്റ്റിനോടനുബന്ധിച്ചിട്ടുള്ള ജനങ്ങളെ സ്ഥിതി. കാരണം നാട്ടിൽ ജീവിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് അവർ കാട്ടിൽ കയറിയത്. ഇപ്പോഴും നൂറ്റാണ്ടുകളായിട്ട് ഇവർ കാട്ടിൽ തന്നെ. അവർക്കൊരു സഞ്ചാരം സ്വാതന്ത്ര്യം ഇല്ല, സഞ്ചരിക്കാനുള്ള ഒരു റോഡില്ല. റോഡുണ്ട്, ആ റോഡ് 25-30 കിലോമീറ്റർ പോകണം. ആ 25-30 കിലോമീറ്റർ പോയിട്ടാണ് കഴിഞ്ഞ വർഷം വരെ അവർ റേഷൻ വാങ്ങിയിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞതിലാണ് ഭക്ഷ്യ സുരക്ഷാ കമ്മീഷൻ വന്ന് ഇവിടെ സിറ്റിംഗ് നടത്തിയപ്പോൾ ഇവർക്ക് സഞ്ചരിക്കുന്ന റേഷൻ ഷാപ്പ് അനുവദിച്ചത്. മറ്റത് ഇവിടുന്ന് മലമ്പുഴ പോയിട്ട് ഡാമിൻ്റെ അവിടെ പോയിട്ട് വേണം റേഷൻ ഷാപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ. അത്ര ദുരിതമായിരുന്നു. അത് മാറി വരുന്നുണ്ട്. ഈ LDF ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഇതൊക്കെ മാറി വരുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഈ പാലം പണിയൊക്കെ എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കിയിട്ട് ജനങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അത് ഈ സർക്കാരിനോടും ഇവിടുത്തെ ഈ കരാറുകാരനോടൊക്കെ വളരെ അനാസ്ഥയാണ് ഈ കാണിക്കുന്നത്. കരാറുകാരനൊക്കെ ഒരു 10-25 ആൾക്കാരെ വെച്ചിട്ട് പണി പൂർത്തിയാക്കി ഈ പാലത്തിൻ്റെ വർക്ക് തീർക്കണം എന്നുള്ളത് ഒരു അഭ്യർത്ഥനയാണ്.